ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ പൂവിട്ട് പൂജിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, ഏത് നൂറ്റാണ്ടിലാണ് ഈ അധികാരം നമ്മൾ വലിയ എന്താ പറയുക, നമ്മൾ സ്ഥാനമാനങ്ങൾ നൽകി, സാധാരണക്കാർ സ്ഥാനമാനങ്ങൾ നൽകിയത് കൊണ്ട് മാത്രമാണ് ഇവർ പാർലമെൻറ്റിലും നിയമസഭയിലും എത്തി വിലസുന്നത്. ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടാണ് അവർ ഉന്നതന്മാരായത്. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കഴിവുകളോ അല്ലെങ്കിൽ പ്രാപ്തികളോ ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അവരെ നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവരാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും ഇടപെടുന്നവരായി തീർന്നിരിക്കുന്നത്. നാം എന്ത് പ്രശ്നമുണ്ടായാലും നമ്മുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ അടുക്കൽ ഓടിച്ചെല്ലുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവരുടെ അടുക്കലാണ്. പക്ഷേ അവരാരാണ് എന്ന് നാം അറിയുന്നു. ആലോചിച്ച് നോക്ക്, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസിൻ്റെ MP ആയിട്ട് ഇപ്പോൾ ജയിച്ചു പോയ കാരണം ഈ കേരളത്തിൽ നിന്നുള്ള 20 MP മണ്ഡലങ്ങളിൽ 19 മണ്ഡലവും കോൺഗ്രസ്സാണ് തൂത്തുവാരിയത്. UDF അതിൽ ഒരു പ്രമുഖനായിരുന്നു K. സുധാകരൻ എന്ന് പറയുന്ന ഈ ജയിച്ചു പോയിട്ടുള്ള MP-യും. തികച്ചും ക്രിമിനൽ സ്വഭാവമുള്ള, വാശിയുള്ള, വൈരാഗ്യമുള്ള, പകയുള്ള, മസിൽ പവറുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളും. അതോടൊപ്പം തന്നെ ഒട്ടനേകം ആളുകളുടെ അദ്ദേഹം ഈ തൻ്റെ അധികാരം ഉങ്കുകൊണ്ട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ പറയുന്നൊരു ധാരാളം ആളുകളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒട്ടനേകം ആളുകളുണ്ട്. എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്, സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കകത്തുമുണ്ട്. അങ്ങനെയുള്ള അയാൾ സ്വാഭാവികമായിട്ടും അയാളെ ശത്രുക്കൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കൂടോത്രത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ. ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്താണ് ഇവരൊക്കെ വിചാരിക്കുന്നത്? ഈ ഇത്രയും അന്ധവിശ്വാസികളായ, നോക്കണം, ലോകത്ത് ഏറ്റവും പരിഹാസ്യമായ ഒരു സംഗതിയാണ് ഈ അന്ധവിശ്വാസം അഥവാ ഈ മാരണം ചെയ്യുക എന്ന് പറയുന്നത്. പഴയ കാലത്തൊക്കെ അത് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഒരാളും അത് വിശ്വസിക്കുന്നില്ല. അത് തികഞ്ഞും അന്ധവിശ്വാസം മാത്രമല്ല, അത് ഏറ്റവും ഒരു വ്യക്തി എത്രമാത്രം മോശക്കാരനാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അയാൾ ജ്യോത്സ്യൻ്റെ അടുക്കൽ പോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇസ്ലാം വിശ്വാസത്തിൽ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ജ്യോത്സ്യനെ നിങ്ങൾ സമീപിച്ച് വിവരങ്ങൾ അറിയാൻ, അഥവാ ദൈവത്തിന് മാത്രം അറിയുന്നു എന്ന് വിശ്വസിക്കുന്ന അടിസ്ഥാന കാര്യം അറിയാൻ വേണ്ടി നിങ്ങൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ നിങ്ങളുടെ 40 ദിവസത്തെ ദൈവികമായ ആരാധന ദൈവം സ്വീകരിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. പക്ഷേ അവർക്കിടയിലും ധാരാളം ഇത് തന്നെയാണ് തങ്ങൾമാരും മുസ്ലിംമാരും അവരുടെ കോഴിമുട്ടയിലും മറ്റ് കരിക്കിനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ വിശ്വാസം തന്നെയാണ്. മാത്രമല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് 7 മഹാപാപങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാരണം ചെയ്യുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ മാരണം ചെയ്യുക എന്നത് തികഞ്ഞ അന്ധവിശ്വാസ പ്രവൃത്തി എന്നതുകൊണ്ടാണത്. മറ്റൊരു സഹോദരനെ ഉന്മൂലനം ചെയ്യാൻ തന്ത്രപരമായിട്ട് നടത്തുന്ന ഒരു മാരണവിദ്യ, അതിൽ 2 തരമാണ് ഉള്ളത്. ഒന്ന്, എല്ലാ നിലക്കുമുള്ള അസൂയ, വെറുപ്പ്, പക, ഇതൊക്കെ ഇസ്ലാം കഠിനമായിട്ട് എതിർക്കുന്നു. അതുകൊണ്ടാണ് മറ്റൊരു സഹോദരനെ ഇല്ലാതാക്കുക എന്ന നിയ്യത്ത്, എന്ന കരുത്ത്, അതാണ് ആ മനുഷ്യനെ ഏറ്റവും പാപമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ദൈവത്തിന് നാം കൽപ്പിച്ചു നൽകുന്ന, അഥവാ എല്ലാ മതങ്ങളും സർവശക്തനായ ദൈവം നടത്തുന്ന പരിപാടിയേക്കാൾ വലിയ രീതിയിൽ മാരണക്കാരൻ ചെയ്യുന്നു, അഥവാ ദൈവവിധി പോലും അത് തടുത്തു നിർത്താൻ മാരണക്കാരന് കഴിയുന്നു എന്ന ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ മാരണക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മാരണക്കാരനെ കൊണ്ടുവരുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ഈ സുധാകരൻ എന്ന് പറയുന്ന MP-യുടെ വീട്ടിൽ പലപ്പോഴായിട്ട് ജ്യോത്സ്യനെ കൊണ്ടുവരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേദന, സ്വാഭാവികമായിട്ടും മറ്റു പ്രയാസങ്ങൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ഇതിനെ തുടർന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനോട് ഇയാൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒരു ജ്യോത്സ്യൻ എത്തിയാണ്. അപ്പോൾ ഈ ജ്യോത്സ്യൻ തൻ്റേതായിട്ടുള്ള വിക്രിയകളൊക്കെ വരുമ്പോൾ തന്നെ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ ജ്യോത്സ്യൻ വളരെ വിളവനാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള KPCC ഓഫീസിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡൽഹിയിലെ വസതിയിലും ഒക്കെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ തൻ്റെ
കൈയടക്കം വെച്ചിരിക്കുകയാണ് ജ്യോത്സ്യൻ ഈ സാധനം. ഇതൊക്കെ എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് കാണിക്കുകയാണ്. ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക്. അപ്പോൾ ആ തകിടിൽ ആൾ രൂപമുണ്ട്. അപ്പോൾ ആ തല, അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട് സുധാകരൻ, എനിക്ക് ഈ തകിട് എടുക്കുമ്പോൾ, പുറത്തേക്ക് എടുക്കുമ്പോൾ, ആൾ രൂപമുള്ള ആ തലയുടെ ചിത്രം പുറത്തേക്ക് എടുക്കുമ്പോൾ എൻ്റെ തല വല്ലാതെ വേദനിച്ചിരുന്നു, ശക്തിമത്തായിട്ട് എന്ന് പറയുകയാണ് ഡോക്ടറോട്. അതോടൊപ്പം തന്നെ ഈ സാധനങ്ങളുടെ വിവരണങ്ങൾ ജ്യോത്സ്യനും ഉണ്ണിത്താനും കൂടെ വിവരിക്കുമ്പോൾ പറയാണ്, എൻ്റെ തടി പോകാഞ്ഞത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് സന്തോഷം കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ സുധാകരൻ. അതാ ഇപ്പോഴെങ്കിലും നമുക്കിത് സന്ദർഭത്തിനനുസരിച്ച് കണ്ടെത്തിയിട്ട് നമ്മെ നശിപ്പിക്കാൻ ശ്രമിച്ചത് മുഴുവനും നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞു. നമ്മൾ വിജയിച്ചു. വലിയ ഒരു സംഭവമാണ്. ഇപ്പോൾ എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട് എന്ന് ഉണ്ണിത്താനും ജ്യോത്സ്യനും കൂടെ പറയുന്നു. അപ്പോൾ ആദ്യം ഈ ജ്യോത്സ്യനെയും ഉണ്ണിത്താനെയും ഒക്കെ ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ പൂജിച്ച് പൂവിട്ട് നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ വിട്ടാന്തേഹികളും അതോടൊപ്പം തന്നെ അനുഭാവികളും അതിൻ്റെ പ്രവർത്തകരും. നമ്മളാണെന്നുണ്ടെങ്കിലോ അവരുടെ മുമ്പിൽ ഇങ്ങനെ കൂടി സ്വാഭാവികമായിട്ട് തമ്പ്രാൻ പഠിക്കൽ പഴയ കാലത്ത് ഈ കീഴ്ജാതികളൊക്കെ എത്തുന്നത് പോലെ ഇങ്ങനെ കൈകൂപ്പി അവരെ വണങ്ങി നിന്നുകൊണ്ടിരിക്കുകയാണ് താലമെടുത്ത്. കാരണം എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. തൊണ്ട അടുത്തുള്ള ഒരു പാവപ്പെട്ടവനെ ഒരു കല്യാണത്തിന് പോലും ക്ഷണിച്ചിട്ടുണ്ടാവില്ല. നോക്കണം, സ്വന്തം കുടുംബക്കാരനാണെങ്കിൽ പോലും അയാൾ ദരിദ്രനാണ് എന്നതിൻ്റെ പേരിൽ അയാളെ സദസ്സുകളിലേക്ക് വിളിക്കപ്പെടാറില്ല. അത് ഏത് പരിഷ്കൃത ലോകത്തും ഇന്നുമുണ്ട്. പ്രമാണിയെ മാത്രം സദ്യയ്ക്ക് വിളിച്ചു കൂട്ടുക അള്ളാഹുവിൻ്റെ റസൂലായ പ്രവാചകൻ പറയുന്നുണ്ട്. അതായത് പ്രമാണികൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സദ്യയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കരുത് എന്നാണ്. അത് നിഷിദ്ധമായിട്ടുള്ള സദ്യയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണുന്ന മുസ്ലിം സമൂഹത്തിലായാലും ഇതര സമൂഹത്തിലായാലും ഒക്കെ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള മന്ദത്തരവും വിഡ്ഢിത്തരവും കയ്യിരിപ്പും മാത്രമുള്ള ഒന്നിനും കൊള്ളാത്ത ആ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ തങ്ങളുടെ വീടുകളിൽ ഒരു 4 ആൾ കൂടുന്ന പരിപാടി, ഭക്ഷണം വിഴുങ്ങൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ ക്ഷണിച്ച് കൊണ്ടുവന്ന് ആനയിക്കുന്നത് നമ്മുടെ ഒക്കെ വീടുകളിലും നമ്മുടെ സദ്യകളിലും നമ്മുടെ പരിപാടികളിലുമൊക്കെ നിത്യകാഴ്ചയായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് അടുത്തുള്ള സഹോദരൻ സ്വന്തമാണെങ്കിൽ പോലും അയാൾ ദരിദ്രനായിരിക്കുന്നു. അയാൾ പ്രത്യേകിച്ച് പേരൊന്നുമില്ലാത്ത പ്രമുഖനല്ലാത്ത കാരണത്താൽ അയാളെ താഴ്ന്നിരിക്കുന്നു. ഈ വസ്തുത നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ സദസ്സുകളിലുമുണ്ട്. അതാണ് ഇനിയും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ ഈ ഹീനമായ കൃത്യങ്ങൾ എൻ്റെ എൻ്റെ പരിധിയിൽ എത്തുമ്പോഴൊക്കെ നിങ്ങളോട് പങ്കിടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.